അപ്പോൾ മിനി ബുക്ക് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അതിന് ഫസ്റ്റ് നമ്മൾ ഒരു അധികം ആവശ്യമില്ലാത്തൊരു ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് അതിനെ മൂന്നോട്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതിൽ ഒരേ വലിപ്പത്തിലുള്ള 2 ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട. അവസാനം ആ വീഡിയോ കാണുന്ന പോലെ ഒരു സൈഡ് കട്ട് ചെയ്താണ്ട് മുറിച്ചെടുക്കുക. നമ്മൾ ചേർത്തി ഹാർട്ട് വരച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യാതെ എടുക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ, നമുക്ക് 2 പേജ് ഒരുമിച്ച് കിട്ടും. ബുക്കിന് എത്ര പേജ് വേണമെങ്കിൽ ഇരുന്നോ അത്രയും എണ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന് നമ്മളൊരു ബുക്കിൻ്റെയൊക്കെ സാധാ ആവശ്യമില്ലാത്ത ഒരു അട്ടകടല അതിൽ ഈ ഹാർട്ട് അതേ വലിപ്പത്തിൽ അതിനെക്കാട്ടും വേണമെങ്കിൽ ലേശം വലിപ്പം കൂട്ടിയിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇത് എന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. നമുക്ക് മെയിൻ ചട്ട ആവശ്യമാണല്ലോ. അതിന് ഉപയോഗിക്കാത്ത ബുക്കിൻ്റെ ചട്ട വേണം എടുക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആട്ടിയേക്കും. അപ്പോൾ ഈ ബുക്കിൻ്റെ പേജുകളും റെഡി ആയിട്ടുണ്ട്, ഫ്രണ്ടത്തെ ചട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊക്കെ പാടൊന്ന് ലെവലാക്കി ചുന്തിരിയാക്കണ പരിപാടിയാണ്. അതാണ് ഇത്തിരി പണി. ഇനി ഇതിന് നമ്മളൊരു കളർ പേപ്പർ, അല്ലെങ്കിൽ ഞാനിവിടെ ബ്രൗൺ കളർ എടുത്തിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഏത് കളറാണോ വേണ്ടത് അതെടുക്കുക. അതിൻ്റെ ഈ ചട്ട നമ്മൾ മുറിച്ചിട്ട 2 ഹാർട്ട് ഷേപ്പ് ഒട്ടിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിലൊരു കുഞ്ഞൊരു ചതുരത്തിൽ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബുക്കിൻ്റെ പേപ്പറുകൾ വരുന്ന ഭാഗം, എന്നിട്ട് അവിടെ ബാക്കിയുള്ള പേപ്പറുകൾ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഞാൻ ഫെവിക്കോൾ എടുത്തിരിക്കുന്നത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. അതങ്ങനെ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കാണാൻ ചെറിയ വൃത്തിക്കുറവ് തോന്നും നമുക്ക്. അപ്പോൾ അത് മാറ്റാനായിട്ട് സാധാ ബുക്കിൻ്റെ വൈറ്റ് പേജിൽ 2 ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്ത് വെട്ടിയിട്ട് അതിനെ ഇതിൽ ഒട്ടിക്കുക ചെയ്തേക്കണം. അപ്പോൾ ആ ഒരു ഇത് കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കീ ചെയിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ആ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നൂലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമ്മുടെ പേജുകളെല്ലാം ഞാൻ ആ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഞാനിപ്പോൾ ഇത്ര പേജ് എടുത്തിട്ടുണ്ട്, അതിൽ എത്ര ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണിയില്ല. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അത്യാവശ്യം ഗ്ലൂ തേക്കുന്നതായിരിക്കും, ഫെവിക്കോൾ തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ പെട്ടെന്ന് ഒട്ടുള്ളൂ. എന്നിട്ട് അതിനെ വെച്ച് സെറ്റാക്കി ഇട്ടാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷേ മുന്നേക്ക് വെറും പ്ലെയിൻ ആയതുകൊണ്ട് എന്തോ ഒരു കുറവുള്ള പോലെ. അപ്പം അതൊന്ന് ലെവലാക്കാൻ ഞാൻ കുറച്ച് മിനുക്കപ്പണികൾ ചെയ്തായിരുന്നു. ഞാൻ എംബ്രോയ്ഡറി നൂലിന് വെറും 300 400 ഉള്ളൂ സാധാ വരുന്നതിന്. അതിനെ കട്ട് ചെയ്തിട്ട് ചുറ്റും ചിഹ്നത്തിലൊരു 3 റൗണ്ടോ മറ്റേ വെച്ചിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് സെൻറ്ററിലൊരു 3 സീക്വൻസും വെച്ച് ലെവലാക്കിയായിരുന്നു. സിമ്പിളായിട്ടൊരു മിനി ബുക്ക് കയ്യിലിപ്പം. ഇതിപ്പോൾ നമുക്ക് സാധാ മിനി ബുക്കുമല്ല, കീ ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബാഗിലോ പൗച്ചിലോ എന്തെല്ലാമായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മെയിനാവും ചെയ്യാം. അപ്പോൾ എങ്ങനെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂലേ? ഒരു ലൈക്കും പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ